ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ട്യൂസ്ഡേയുടെ Q&A സെക്ഷൻ ആണ്. അതായത് ലാസ്റ്റ് വീക്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലും DMസിലും ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസിന് മെജോറിറ്റി എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് Q&A സെക്ഷൻ ചെയ്യുന്നത്. അതിനു മുന്നേ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഒന്നും കൂടെ പറഞ്ഞുതരാൻ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസിലെ ഹെയർ ഗ്രോത്തിനെ പറ്റിയിട്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് PCOD, PCOS, ഹെറിഡിറ്ററി ഒക്കെ ഇതായിട്ട് ഫലമായിട്ട് നമുക്ക് ഫേസിൽ ഒരുപാട് ഹെയർ ഗ്രോത്ത് വരും. അപ്പൊ ചില ആൾക്കാർക്ക് അതൊരു എന്താ പറയുന്ന സ്കിൻ കെയർ അല്ല മേക്കപ്പ് അല്ല അങ്ങനെയൊന്നും നോക്കുന്ന അല്ലാണ്ട് തന്നെ ചിലപ്പോൾ ആൾക്കാർക്ക് അതൊരു കോൺഷ്യസ് ആവും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടിപ്പിക്കൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ അപ്പൊ അവർ റിമൂവ് ചെയ്യാനായിട്ട് ഒരുപാട് വഴികൾ നമ്മൾ നോക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഹെയർ ഗ്രോത്ത് പ്രോബ്ലം ഉള്ളതല്ല. PCOD, PCOS അല്ലെങ്കിൽ ഹെറിഡിറ്റി ആയിട്ടൊക്കെ വരുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യത്തിന് ടിപ്പിക്കൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡിന്റെ പിറകെ പോകണ്ട. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ സ്കിൻ കെയർ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഹെയർ റിമൂവ് ചെയ്യുന്ന ഒരു പരിധി വരെ നല്ലതാണ്. കാരണം എക്സ്ഫോളിയേഷൻ നമ്മുടെ മേക്കപ്പ് ഒക്കെ ഫേസിൽ സെറ്റ് ആയിട്ടിരിക്കും. പ്രത്യേകിച്ചും കല്യാണ സമയത്തൊക്കെ നമ്മുടെ ഫേസിലെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ടും കേക്കി ഫീലിങ്സ് ഒന്നും വരാതിരിക്കാനായിട്ട് ഹെയർ റിമൂവ് ചെയ്യുന്നത് നല്ലതാണ്. അല്ലാണ്ട് മറ്റൊരാൾക്ക് വേണ്ടി ഹെയർ റിമൂവ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. നമ്മുടെ കോൺഫിഡൻസിന് നമുക്ക് എന്ത് മണ്ണാൻ കട്ടുകയും ചെയ്യും, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിക്കിലോട്ട് വരികയാണെങ്കിൽ അപ്പൊ നല്ല തിക്കായിട്ടുള്ള ഹെയർ ഉള്ള ആൾക്കാര് വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ മതിയോ നമ്മുടെ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പോ എല്ലാ ബ്രൈഡ്സിനും വേണ്ടിയിട്ട് പറയുന്നതാണ്. നമ്മളിപ്പോ ഹെയർ ഗ്രോത്ത് ഉള്ള ആൾക്കാർ നമ്മൾ ഒബിയസ്ലി നമ്മളൊരു ബ്യൂട്ടി പാർലറിൽ ചെന്നിട്ട് നമ്മളൊരു ബേസിക് എന്താ പറയുന്ന ഇത് സെറ്റ് എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കൂടെ ഉള്ളതാണ് ഫേഷ്യല്, സ്കിൻ പ്രിപ്പും കൂടെ കാണും. അതായത് ഫേഷ്യല്, ഹെയർ റിമൂവല്, വാക്സിങ്, അതെല്ലാ സാധനങ്ങളും കാണും. അപ്പൊ കൂടുതലായിട്ടും ബ്യൂട്ടി പാർലേഴ്സുകളിൽ അല്ലെങ്കിൽ ബ്യൂട്ടി ക്ലിനിക്കുകളിൽ ചെയ്യുന്നത് വാക്സിങ് ആയിരിക്കും. ഡോക്ടർ അഫിലിയേറ്റഡ് അല്ല, നോർമലി നമ്മൾ സാധാരണ ബ്യൂട്ടി പാർലറിൽ കാണുന്നതെന്ന് വെച്ചാൽ വാക്സിങ് ആയിരിക്കും. പക്ഷേ നമ്മളൊരു എസ്തെറ്റീഷ്യന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു കോസ്മെറ്റോളജിസ്റ്റിന്റെ അടുത്തോ ഒക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവർ വാക്സിങ് അത്ര പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നില്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങൾ കാലിലോ കയ്യിലോ ചെയ്യുന്ന പോലെ അണ്ടർആമിന്റെ അവിടെയോ ചെയ്യുന്ന പോലെയല്ല, ഇത് പുള്ളിങ് ആണ്. വാക്സ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ആ ഷീറ്റ് പുള്ളി ചെയ്യും. അപ്പോഴത്തേക്ക് അത്രയും സ്ട്രെങ്ത് നമ്മുടെ ഫേസിന് ആ ഒരു സ്കിന്നിന് ഉണ്ടാവണം എന്നില്ല. അത് കാരണം നമുക്ക് മുറിവ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഹോട്ട് വാക്സ് ആണ് ചെയ്യുന്നത്, അതായത് ചൂട് വാക്സ് അതുപോലെ വെക്കുകയാണ്. സ്ട്രിപ്സ് അല്ല, ലിറ്ററലി നമ്മൾ ഹോട്ട് വാക്സ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് അല്ല ചെയ്യുന്നതെന്ന് വെച്ചാൽ അറിഞ്ഞിടാത്ത ആരെങ്കിലും ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മുറിവ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കല്യാണത്തിന് 3-4 ദിവസം മുന്നേയൊക്കെ നമ്മുടെ അപ്പർ ലിപ്പിന്റെ അവിടെയൊക്കെ മുറിവ് വന്നിട്ട് ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പേഴ്സണലി തന്നെ. ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഫ്രണ്ട്സ് കസിൻസ് അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും എല്ലാവരോടും ഞാൻ പറയുന്നതാണ്, കല്യാണത്തിന് മുന്നേ നിങ്ങൾക്ക് ഹെയർ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അറിയാലോ നമ്മുടെ കല്യാണം ചെയ്ത് അതിനെ കുറച്ച് നാൾ മുന്നേ തന്നെ പതുക്കെ ഷേവ് ചെയ്യാൻ പഠിക്കുക. ഒന്നുകിൽ നിങ്ങൾ ചെയ്യുക, അതല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് പതുക്കെ ഒന്ന് ഹെയർ റിമൂവ് ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. ഒരുപാട് കൊണ്ടായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യം, നമുക്ക് അപ്പർ ലെയർ ഒന്ന് റിമൂവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ കാര്യം കഴിയും. പിന്നെ ഡൗട്ട് വരുന്നതെന്ന് വെച്ചാൽ ഹെയർ റിമൂവ് ചെയ്താൽ തിക്കായിട്ട് വരും. ഒരിക്കലും ഇല്ല. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഹെയറിന്റെ ഇതെടുക്കുമ്പോൾ അതിന് റൂട്ട് കാണും, ബോഡി കാണും, ഷാഫ്റ്റ് കാണും, പിന്നെ ടിപ്പ് കാണും. ഇപ്പൊ നമ്മൾ ഈ ടിപ്പ് എപ്പോഴും നാരോ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ ഒരു ഭാഗം കട്ടിയുള്ളതുമായിരിക്കും, ഇവിടെയും കട്ടി ഉണ്ടായിരിക്കും, അതിന്റെ റൂട്ടിന്റെ ഭാഗത്തും കട്ടി ഉണ്ടായിരിക്കും. നമ്മൾ ഈ ഹെയർ വരുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്താണല്ലോ ഷേവ് ചെയ്യുമ്പോൾ, അപ്പൊ ഈ ഒരു തിക്നെസ് ഇവിടെ തോന്നിക്കുന്നതാണ് ആ ഒരു തിക്നെസ്, അത് നാരോ ആയിട്ട് പോകും. അല്ലാണ്ട് ഷേവ് ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും ഹെയറിന് കട്ടി ഉണ്ടാവാനായിട്ട് പോകില്ല. ആ ഒരു പേടി വേണം. അപ്പൊ വാക്സിങ് ആണോ ഷേവിങ് ആണോ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യാൻ എപ്പോഴും നല്ലതെന്ന് വെച്ചാൽ ഷേവിങ് തന്നെയാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത്. നമ്മൾ അതിന്റെ റൊട്ടീൻസ് ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. വേണം നമുക്ക് അതിന്റെ റൊട്ടീൻ ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഷേവിങ് ആണ് എപ്പോഴും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചാല്. പിന്നെ രണ്ടാമത് എന്തുകൊണ്ട് വാക്സിൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്തില്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്ന ബേണിംഗ് സെൻസേഷനോ അല്ലെങ്കിൽ മുറിവൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കല്യാണത്തിന്റെ ഡേ നമുക്ക് നല്ല പണി കിട്ടും. കാരണം കല്യാണത്തിന് നമ്മൾ എന്തായാലും കളർ കറക്റ്റോ അതും ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഫേസ് അന്നത്തേക്ക് ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലേക്ക് നമ്മൾ വെക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ഒരുപാട് ഫംഗ്ഷനുകളും വീട് കാണലും ഒക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഡിസ്കളറേഷൻ അവിടെ തന്നെ നിൽക്കും. പിന്നെ ഫേസിൽ ഒരു പിഗ്മെന്റേഷൻ വന്നു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ വാക്സിങ്ങിനേക്കാളും ഷേവിംഗ് ആണ് ഫേസിൽ നല്ലതെന്ന് പറയുന്നത്. ബോഡിയിൽ നിങ്ങൾക്ക് വാക്സ് ചെയ്തോ കുഴപ്പമില്ല. അണ്ടർആമിന്റെ അവിടെയും ഞാൻ എപ്പോഴും ഹെയർ റേസ് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലതെന്ന് പറയാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഫേസ് പോലെ അധികം ഇതില്ലാത്ത സാധനമാണ് നമ്മുടെ അണ്ടർആമിലൂടെ. അവിടെയും നമ്മൾ ഒരുപാട് ട്രോമ കൊടുക്കുമ്പോൾ പിഗ്മെന്റേഷൻ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. നമുക്കെന്നറിയാം, നമ്മൾ ഫേസിലോ വേറെ എവിടെയെങ്കിലും വീഡിയോസ് കാണുമ്പോൾ നല്ല റെഡിഷ് ആവും നമ്മൾ ആ ഒരു
വാക്സ് ചെയ്യുമ്പോഴത്തേക്കും ആ റെഡിഷ്നെസ് നല്ലതല്ല. പക്ഷെ പ്രോപ്പർ ആയിട്ട് വാക്സ് ചെയ്യാൻ അറിയാവുന്നവർ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഈ ബ്രസീലിയൻ വാക്സ് അങ്ങനത്തേക്കുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. പക്ഷെ നമ്മുടെ നാട്ടിൻ പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള വാക്സ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവില്ല. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനേക്കാളും നല്ലത് ഷേവിംഗ് ആണ്. പിന്നെ ആ ഒരു ഡൗട്ട് വേണ്ടല്ലോ. പിന്നെ മാക്സിമം ഷേവ് ചെയ്യുമ്പോൾ ഫേസ് മുറിയാതിരിക്കാനും ശ്രദ്ധിക്കുക. ഷേവ് ചെയ്യേണ്ട ബ്ലേഡ് ഏതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഫോട്ടോ എവിടെയെങ്കിലും വെക്കാം. ആ ബ്ലേഡ് തന്നെ യൂസ് ചെയ്യുക. ആ ബ്ലേഡ് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം യൂസ് ചെയ്യാൻ പാടുള്ളൂ. പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നെക്സ്റ്റ് 2ാമത്തെ തവണ യൂസ് ചെയ്യാൻ. 3ാമത്തെ തവണ ഡസ്റ്റ്ബിന്നിലോട്ട് ഇടാനും മറക്കണ്ട. അപ്പൊ ഇതാണ് ഷേവിങ്ങിന്റെ ഒരു സംഭവം. 2ാമത് വന്ന ക്വസ്റ്റ്യൻ ജനറലി എല്ലാവർക്കും സംശയം വരുന്ന ഒരു കാര്യമാണ്. എന്റെ സ്കിൻ ആക്ച്വലി ഓയിലിയാണ്, എനിക്ക് പിമ്പിൾസ് ഉണ്ട്, സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്യണം, നയാസിനമൈഡ് സെറം യൂസ് ചെയ്യണം. അപ്പൊ നമ്മള് കാരണം എല്ലാവരും പറയും ഓയിലി സ്കിൻ ആണെങ്കിൽ നയാസിനമൈഡ് എന്തായാലും യൂസ് ചെയ്യണം, അപ്പൊ നിങ്ങൾക്ക് മോക്കിലുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും കൺഫ്യൂഷൻ. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഫേസ് എന്തുകൊണ്ടാണ് ഓയിൽ ആവുന്നത്. നമ്മുടെ ഫേസ് ഓയിൽ ആവുന്നത് നമ്മുടെ ഫേസിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡായ സെബേഷ്യസ് ഗ്ലാൻഡ് കുറച്ചധികം ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നതാണ് നമ്മുടെ ഫേസ് ഓയിലി ആവുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഫേസിന്റെ ആ ഒരു പ്രവർത്തനം, ആ ഒരു ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനാണ്. അതിന് ഏറ്റവും നല്ലത് സാലിസിലിക് ആസിഡ്. ഇതെന്ന് വെച്ചാൽ ഓയിൽ ലവിങ് ആസിഡ് ആണ്. ഇത് നമ്മുടെ പോസിലോട്ട് പോയിട്ട് സെബേഷ്യസ് ഗ്ലാൻഡിന്റെ അടുത്ത് പണി നിർത്ത്, നിനക്ക് ഇത്രയും പണി എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് പണി എടുത്താൽ മതി. അപ്പൊ അത് കാരണം ഓയിൽ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? ഈ സാലിസിലിക് ആസിഡിന്റെ സാധനങ്ങൾ കുറയ്ക്കും. സാലിസിലിക് ആസിഡ് ബേസിക്കലി നമുക്ക് 2 രീതിയിൽ യൂസ് ചെയ്യാം. ഒന്ന് ഫേസ് വാഷ് ആയിട്ടും യൂസ് ചെയ്യാം, അടുത്ത സെറമായിട്ടും യൂസ് ചെയ്യാം. പിന്നെ അടുത്ത സാലിസിലിക് ആസിഡ് സേഫ് ആയിട്ട് നമ്മൾ 2% വരെയാണ് എടുക്കുന്നത്. ഫേസ് വാഷിന്റെ രൂപത്തിലായാലും സെറത്തിന്റെ രൂപത്തിലായാലും നമുക്ക് 2% സാലിസിലിക് ആസിഡ് മതി. അപ്പൊ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് എപ്പോഴും നല്ലത് ഫേസ് വാഷ് ആണ്. നമ്മൾ സെറത്തിന്റെ ബോട്ടിൽ നോക്കിയാലും അവർ പറയും 2% സാലിസിലിക് ആസിഡ് ആണ്, മോർണിംഗ് നൈറ്റ് ഒക്കെ യൂസ് ചെയ്തോ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് സാലിസിലിക് ആസിഡ് എക്സ്ഫോളിയേറ്റിംഗ് ചെയ്തതായിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാത്ത, പ്രത്യേകിച്ചും 2 നേരം യൂസ് ചെയ്യാത്തതാണ് നല്ലത്. അത് സ്കിന്നിനെ ഓവർ എക്സ്ഫോളിയേറ്റ് ആക്കുകയും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ബാരിയറിനെ ഡാമേജ് ആക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഡെയിലി യൂസിന് എപ്പോഴും സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ് നല്ലത്. ഞാൻ ഓയിലി കോമ്പിനേഷൻ അതല്ലെങ്കിൽ നോർമൽ സ്കിന്നിന്റെ അണ്ടറിൽ വരുന്ന ആളാണ്. കാലാവസ്ഥ അനുസരിച്ച് എന്റെ സ്കിൻ ഓയിലി ടു കോമ്പിനേഷൻ ഓയിലിയോ പിന്നെ ചിലപ്പോൾ നോർമലോ അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ എന്റെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് സാലിസിലിക് ആസിഡ് ഫേസ് വാഷിന്റെ രൂപത്തിലായിരിക്കും ഡെയിലി യൂസിന്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2% സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് 2% ഡെയിലി യൂസ് ചെയ്യാം. ഇനി നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുന്നത് ഫേസ് വാഷ് ഡെയിലി 2 നേരം യൂസ് ചെയ്യാമോ? അങ്ങനെ നമുക്ക് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോഴും പറയാം, നമ്മൾ സ്കിൻ കെയർ സേഫ് ആയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മോർണിംഗിൽ യൂസ് ചെയ്യും. നിങ്ങൾക്ക് എപ്പോഴാണോ ഫേസിൽ ഒരുപാട് ഓയിൽനെസ് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ ചിലപ്പം അപ്പൊ നിങ്ങൾ രാവിലെ ആയിരിക്കും, നമ്മൾ ചില ആൾക്കാർക്ക് അത് നൈറ്റും ആയിരിക്കും. എന്റെ ബേസിക് പ്രിഫറൻസ് പറയുകയാണെങ്കിൽ നമ്മൾ നൈറ്റിൽ പ്രോപ്പർ ആയിട്ട് സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ രാവിലെ അത്ര ഓയിൽനെസ് ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ട് നമുക്ക് നൈറ്റിൽ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യും. ഓൾട്ടർനേറ്റ് ഡേയ്സിലും അതല്ലെങ്കിൽ എല്ലാ രാത്രിയും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാം. ആദ്യത്തെ ഒരാഴ്ച ഓൾട്ടർനേറ്റ് ഡേയ്സ് യൂസ് ചെയ്തിട്ട് 2ാമത്തെ ആഴ്ച തൊട്ട് എല്ലാ ദിവസവും രാത്രി സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്താലും മതി. എന്നിട്ട് നമുക്ക് 2 നേരം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ ഓയിലി കോമ്പിനേഷൻ ടൈപ്പ് ആണെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് ഓയിൽനെസ് കൂടുതൽ ഫീൽ ചെയ്യുന്നത് അവിടെ നിങ്ങളുടെ ഫേസ് വാഷിന്റെ കോൺസെൻട്രേഷൻ കൊടുക്കാം. അതായത് നമ്മൾ ഫേസ് വാഷ് എടുത്ത് അത് ലാദർ ചെയ്ത് ഫേസ് വെറ്റാക്കി വെച്ചു. എന്നിട്ട് എവിടെയാണോ നിങ്ങൾക്ക് ഓയിൽനെസ് കൂടുതലുള്ളത്, മൂക്കിന്റെ അവിടെ ആണെങ്കിൽ മൂക്കിന്റെ അവിടെ കൂടുതലായിട്ട് നിർത്തുക. മറ്റുള്ള ഭാഗത്ത് കഴിവുമ്പോൾ ആ ഒരു പതയില്ല അത് മാത്രം കൊടുത്താൽ മതി. അതല്ല നിങ്ങൾക്ക് താടിയുടെ അവിടെ ആണെങ്കിൽ താടിയുടെ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് 2 ഉണ്ടെങ്കിൽ 2 കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗത്ത് ആ പത മാത്രം കൊടുത്താൽ മതി. അല്ലാണ്ട് ഫുൾ ഫേസ് വാഷ് എല്ലായിടത്തും കൊടുക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഡ്രൈനെസ് ഫീൽ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് ആദ്യത്തെ ഒരാഴ്ച ഓൾട്ടർനേറ്റ്, 2ാമത്തെ ആഴ്ച നൈറ്റ് ഫുള്ള്, പിന്നെ നമുക്ക് മോർണിംഗിൽ ഓൾട്ടർനേറ്റ്, ഒരു 4ാമത്തെ ആഴ്ച നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് 2 നേരം ഫേസ് വാഷ് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ സെറ്റ് ആക്കാം. അങ്ങനെ ഞാൻ ചെയ്യാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ കുരു വരും. ഇത് പേർജിങ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് ഒരു ഓവറായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നു, അതിൽ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കും കുരുവൊക്കെ വരുന്നത്. അപ്പൊ അത് മാറ്റാനായിട്ട് ഇതാണ് ബെസ്റ്റ് വേ. നമുക്ക് ഓൾട്ടർനേറ്റ് ചെയ്ത് സ്കിന്നിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേർജിങ് നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സാലിസിലിക് ആസിഡ് നമുക്ക് ഓയിലി കോമ്പിനേഷൻ ആക്നെ പ്രോൺ സ്കിൻകാർക്ക് ഫേസ് വാഷിന്റെ രൂപത്തിൽ ഉപയോഗിക്കാം. ഇനി നയാസിനമൈഡ് അല്ലെങ്കിൽ നയാ എന്ന് വെച്ചാൽ നമുക്ക് വിറ്റാമിൻ ആണ്. വിറ്റാമിൻ B2 വരുന്ന സാധനമാണ് നയാസിനമൈഡ് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ നമ്മുടെ ഓപ്പൺ പോർസിന്റെ അപ്പിയറൻസ് കുറയ്ക്കാനായിട്ട് നല്ലതാണ്. അത് തന്നെ മാത്രമല്ല നമുക്ക് ചെറിയ ആന്റി ഓക്സിഡന്റ് ആയിട്ട് നയാസിനമൈഡ് യൂസ് ചെയ്യും. ഒരു ചെറിയ രീതിയിൽ നമ്മുടെ ഡാർക്ക്നെസ് മാറ്റും, വലിയ രീതിയിൽ കുഞ്ഞു ഡാർക്ക്നെസ് മാറ്റാനും നയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. പക്ഷെ നയാസിനമൈഡ് ഓൾ ഇൻ ഓൾ
സാധനമാണ്, എല്ലായിടത്തും ഓടിയെടുത്തു. പക്ഷെ സിംഗിൾ ആയിട്ട് നിന്ന് ഇതിന് പ്രത്യേകിച്ച് ഫംഗ്ഷനൊന്നും ഇല്ല എന്നും പറയാം. അപ്പൊ നമുക്ക് ഈ നയാസിന് സിംഗിൾ ആയിട്ട് നിന്ന് ഇച്ചിരിയെങ്കിലും ഫംഗ്ഷനുകൾ ഓപ്പൺ പോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓയിലി ആക്നെ പ്രോൺ സ്കിൻ കെയർക്ക് നയാസിനമൈഡ് യൂസ് ചെയ്യും. 5% സ്റ്റാർട്ട് ചെയ്യാം. മിനിമലിസ്റ്റ്, ഡെർമക്കോയില്, സുഗന്ധിയില്, പ്ലമ്മിലും ഒക്കെ 5% നയാസിനമൈഡ് അവൈലബിൾ ആയിട്ടുണ്ട്. എനിക്ക് ഫോക്സ്റ്റൈൽ 5% നയാസിനമൈഡ്. ഇത് ഏതെങ്കിലും എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ 2 നേരമൊക്കെ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ 5% സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. 10% ഡംഡോക്ക്, ഓർഡിനറി, മിനിമലിസ്റ്റിലൊക്കെ 10% അവൈലബിൾ ആണ്. എസ്പെഷ്യലി ഓർഡിനറിയുടെയും ഡംഡോക്കിന്റെയും 10% ബിഗിനർ ആണെങ്കിൽ ഒരിക്കലും മുഖത്ത് വലിച്ച് തേക്കരുത്. ബിഗിനർ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ 10% നയാസിനമൈഡ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പൊ മനസ്സിലായാലും ഓയിലി ആക്നെ പ്രോൺ സ്കിൻകാർ സാലിസിലിക് ആസിഡും നയാസിനമൈഡും എങ്ങനെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യണം. ഇനി നിങ്ങൾക്കില്ല സാലിസിലിക് ആസിഡ് സിറം തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് കുഴപ്പമില്ല. ഫേസ് വാഷ് നിങ്ങൾ യൂസ് ചെയ്തപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വീക്കിലി വൺസോ ടോയ്സോ നൈറ്റില് സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യാം. ഒന്നുകിൽ ഏറ്റവും കൂടുതൽ ആക്നെ ഉള്ളത്, അതായത് വൈറ്റഡ്സും ബ്ലാക്കഡ്സും പിമ്പിൾസ് ഏറ്റവും കൂടുതലുള്ള സ്ഥലത്ത് മാത്രം യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫേസിൽ മൊത്തം യൂസ് ചെയ്യാം. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു നോൺ കോമ്പിഡോജനിക് ലൈറ്റ് വെയ്റ്റഡ് മോയിസ്ചറൈസേഴ്സ് ഫോളോ അപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ 2 ഞാൻ പറഞ്ഞുതരാം. ഒന്ന് നമ്മുടെ ഡീകൺസ്ട്രക്റ്റിന്റെ ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വിത്തിൻ ബ്യൂട്ടിയുടെ ഡ്യൂയി മോയിസ്ചറൈസർ, അതല്ലെങ്കിൽ നമ്മുടെ 3 പറയുന്നത് ഫോർമുല റെക്സിന്റെ ഹൈഡ്രാവെയിൽ മോയിസ്ചറൈസറും നല്ലൊരു ഓപ്ഷൻ. ഇത് 3 നോൺ കോമ്പിഡോജനിക്കാണ്, മുഖത്ത് കുരു ഉണ്ടാക്കാത്ത മോയിസ്ചറൈസേഴ്സ് ആണ്. ഈ സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ മോയിസ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം. ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മോയിസ്ചറൈസേഴ്സ് ആണ്. പക്ഷെ ഒരിക്കലും ഈ 2% സാലിസിലിക് ആസിഡ് സിറം ഡെയിലി യൂസ് ചെയ്യാൻ നിൽക്കരുത്, മോക്കുരു വരും. അതുപോലെ തന്നെ മോക്കുരു വരുന്ന ആൾക്കാർ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള റൊട്ടീനാണ്. സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, സെറം, മോയിസ്ചറൈസർ എല്ലാം സാലിസിലിക് ആസിഡ്, സൺസ്ക്രീൻ കിട്ടിയാൽ അതും കൂടെ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യും. ചെയ്യാൻ നിൽക്കരുത്. സ്കിൻ ഓവറായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും, സ്കിൻ പെട്ടെന്ന് ഡ്രൈനെസ് വരും, സ്കിന്നിൽ പെട്ടെന്ന് പിമ്പിൾസിന്റെ ഇന്റൻസിറ്റി കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ ആ ഒരു സംശയം മാറി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണ്ട. ഇനിയുള്ള സാധനം DM-ന് പേഴ്സണലായിട്ട് വരുമ്പോൾ ഞാൻ എഴുതി മെസ്സേജ് വരുമ്പോൾ ഞാൻ എഴുതി അയക്കുന്ന സാധനമാണ്. നമ്മൾ കൂടെ വീഡിയോസ് ചെയ്യാറുണ്ട്. ലോങ് വീഡിയോ ഒരുപാടെണ്ണം ഇതിനെ ബേസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. സ്കിൻ ബാരിയർ ഡാമേജ്, എക്സ്പെഷ്യലി ഫെയർനെസ് ക്രീം, മെർക്കുറി അടങ്ങിയ ഫെയർനെസ് ക്രീം അടങ്ങിയ സ്കിൻ ബാരിയർ ഡാമേജ് എന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കാം. മെർക്കുറി എപ്പോഴും അഴിക്കല്ല. നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലി അല്ലെങ്കിൽ ഗ്ലോ ആൻഡ് ലവ്ലിയിലൊക്കെ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് വരെ മെർക്കുറി അലാവുണ്ട്. ഇൻഫാക്ട് നമ്മൾ പണ്ടും ഇപ്പോഴും ഒക്കെ വായ്ക്കകത്ത് മെർക്കുറിയൊക്കെ യൂസ് ചെയ്യാറുണ്ട്, അമാൽഗം എന്നുള്ള ഫോമിന്. നമ്മൾ പല്ലടയ്ക്കാൻ പോകുമ്പോൾ ഒരു സിൽവർ കളർ സാധനം വെച്ചിട്ട് പല്ലടയ്ക്കത്തില്ല, ഇതെല്ലാം അമാൽഗം മെർക്കുറിയാണ്. പക്ഷെ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ക്ലിനിക്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പ്രോപ്പറായിട്ട് ഡിസ്പോസൽ മെത്തേഡ് ഉണ്ട്, അലർജി വരാതിരിക്കാനുള്ള മെത്തേഡും ഒക്കെ നമ്മൾ ചെയ്തിട്ടായിരിക്കും മെർക്കുറി യൂസ് ചെയ്യുന്നത്. വളരെ സെൻസിറ്റീവായിട്ട് യൂസ് ചെയ്യേണ്ട സാധനമാണ് മെർക്കുറി. ഇത് നമ്മൾ സ്കിൻ കെയറിലും സ്കിൻ വൈറ്റനിങ് ഏജന്റ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ പ്രശ്നം എവിടെയാണ് കിടക്കണതെന്ന് വെച്ചാൽ, റാൻഡം ആയിട്ടുള്ള ആൾക്കാർ പൈസ ഉണ്ടാക്കാനായിട്ട് കൈ കിട്ടുന്ന സാധനങ്ങൾ സ്റ്റിറോയിഡ് ക്രീംസും മെർക്കുറിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഫെയർനെസ് ക്രീം എന്നും പറഞ്ഞ് ഇറക്കും. ഇതിനകത്ത് പ്രോപ്പറായിട്ട് ഇൻഗ്രീഡിയൻ ലിസ്റ്റ് ഉണ്ടാകത്തില്ല. നമ്മുടെ ഇൻസെക്യൂരിറ്റി അവരെ അന്തസ്സായിട്ട് മാർക്കറ്റ് ചെയ്യുകയും ചെയ്യും. എനിക്ക് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, ചേച്ചി മാഡം എനിക്കിത് ഒന്ന് പ്രൊമോട്ട് ചെയ്ത് തരും, നല്ല ഫെയർനെസ് ക്രീമാണ്, മോക്കുരു മാറും. എനിക്കറിയാം മോക്കുരു മാറും, പക്ഷെ 2 ആഴ്ച കഴിയുമ്പോൾ അതുപോലെ തിരിച്ചു വരും, നമുക്കറിയാം. എനിവേസ് നമ്മൾ ഈ മൂക്കുരു മാറും മൂക്കുരു വരും എന്നൊക്കെ ഉള്ളത് അവിടെ നിൽക്കട്ടെ. ഇത് റീനൽ ഡിസീസ് ഉണ്ടാക്കും. അതായത് നമ്മുടെ കിഡ്നിയൊക്കെ അടിച്ചു പോകാനും ഇത് ബെസ്റ്റ് ആയിട്ടുള്ള സാധനം. കാരണം ഇത് സ്കിൻ നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ നന്നായിട്ട് അബ്സോർബ് ആവുന്ന സാധനമാണ്. ഇത് ചെന്നിട്ട് സെറ്റിൽ ചെയ്യുന്നത് നമ്മുടെ കിഡ്നിയുടെ ചെറിയ ചെറിയ സെൽസുകളിൽ നെഫ്രോണിക്സിലൊക്കെ ചെന്ന് അടങ്ങിയിരുന്നിട്ട് നമ്മുടെ കിഡ്നി ഡാമേജ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതാണ് റീനൽ ഫംഗ്ഷൻ ഡാമേജ് ആയി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരിക്കലും ഫെയർനെസ് ക്രീം യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത്, കിഡ്നി അടിച്ചോ എന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ. ഇനി അതൊന്നും അത്രയൊന്നും എത്തിയില്ല, പക്ഷെ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റീറോയിഡ്, ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് അവര് മെർക്കുറി മാത്രമല്ല യൂസ് ചെയ്യുന്നത്, സ്റ്റീറോയിഡ് ക്രീംസ് യൂസ് ചെയ്യും. സ്റ്റീറോയിഡ് ക്രീംസ് നമ്മൾ ഇൻ പെർട്ടിക്കുലർ ഹൈ ഇന്റൻസിറ്റിയിലുള്ള പിഗ്മെന്റേഷൻസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മെലാസ്മ പോലെയുള്ള ഡോക്ടേഴ്സിന് കണ്ടീഷൻസ്, നമ്മൾ മെലാസ്മ അതല്ലെങ്കിൽ നമ്മുടെ ഈ ബേൺ വന്നിട്ടുണ്ടാവുന്ന ഒരു വലിയ പിഗ്മെന്റേഷൻ ഒക്കെ ഒരു മാറ്റിയെടുക്കാനായിട്ട്, സൂപ്പർഫിഷ്യൽ ബേൺസ്, അതായത് സ്കിന്നിന് പുറത്തുള്ള നല്ല രീതിയിലുള്ള ബേൺസിന്റെ പാട് മാറ്റാനൊക്കെ ആയിരിക്കും നമ്മൾ മുറിവുകൾ മാറ്റാനായിട്ട്, മുറിവിന്റെ പാടുകളും മാറ്റാനായിട്ടായിരിക്കും നമ്മൾ ഈ സ്റ്റീറോയിഡ്സ് ക്രീം യൂസ് ചെയ്യുന്നത്. സ്റ്റീറോയിഡ് ക്രീം യൂസ് ചെയ്യുമ്പോൾ അത് പ്രഗ്നൻസി സേഫ് ആവത്തില്ല, അതുപോലെ തന്നെ ലാക്ടേറ്റിംഗ് സേഫ് അല്ല. പിന്നെ ഇത് ഒരു ലോങ് പീരീഡിൽ നമുക്ക് യൂസ് ചെയ്യാനും പറ്റത്തില്ല. മാക്സിമം 6 വീക്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഈ സമയത്ത് നമ്മൾ യൂസ് സ്റ്റാർട്ട് ചെയ്യുകയും നിർത്തുകയും ചെയ്യും. അപ്പൊ അതിനൊക്കെ ഒരു എന്താ പറയുക റൊട്ടീൻ ഉണ്ട്. ഇത്ര മാസം നിങ്ങളുടെ സ്കിന്നിന്റെ തിക്നെസ്, ഇത്ര നാൾ നമ്മുടെ
പിഗ്മെന്റേഷൻ ഇന്റൻസിറ്റി ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ആ പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ കുറേ ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ സ്റ്റിറോയിഡ് ക്രീംസ് യൂസ് ചെയ്ത ആൾക്കാർക്ക് അത് കറക്റ്റ് മനസ്സിലാവുകയും ചെയ്യും. നമുക്ക് ആ ഒരു പിഗ്മെന്റേഷൻ വന്ന സ്ഥലത്തൊക്കെ മാത്രമേ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാറുള്ളൂ. ഇതല്ലാതെ സ്കിൻ വെളുക്കാൻ വേണ്ടി തേക്കുമ്പോൾ നമ്മൾ രാവിലെയും വൈകിട്ട് യൂസ് ചെയ്യും. ഇത് രാവിലെയും വൈകിട്ട് യൂസ് ചെയ്യാൻ പാടുള്ള സാധനമല്ല. ഇത് രാവിലെയും വൈകിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ നന്നായിട്ട് വെളുക്കും. പക്ഷെ ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കറക്കാൻ തുടങ്ങും. നമ്മുടെ ഫേസിലുള്ള സ്കിന്ന് തിക്നെസ് കുറയാൻ തുടങ്ങും. മുഖത്ത് ഒരുപാട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. മോക്കുരു വരാൻ തുടങ്ങും. വെയിലത്ത് ഇറങ്ങാൻ പറ്റത്തില്ല, വെള്ളം തൊടാൻ പറ്റത്തില്ല, ഭയങ്കര റെഡിഷ് ആവും ഫേസ്. ഇതിന് കാര്യം ഇത് എന്തെന്ന് വെച്ചാൽ ഈ സ്റ്റിറോയിഡ്സ് ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് ഇതിനറിയത്തില്ലല്ലോ എത്രത്തോളം വർക്ക് ചെയ്യണം, എത്രത്തോളം സ്കിൻ ബാരിയർ സ്കിന്നൊക്കെ എക്സ്പോളിറ്റ് ചെയ്ത് കളയണം എന്നൊക്കെ. ഇത് നന്നായിട്ട് നമ്മുടെ എക്സ്റ്റേണൽ ബാരിയറിനെ സ്കിൻ ബാരിയറിനെ നശിപ്പിക്കുകയും നമ്മുടെ മുഖത്ത് മോക്കുരു വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാക്കും. എന്നിട്ട് നമ്മൾ ഇതങ്ങോട്ട് നിർത്തുമ്പോൾ മോക്കുരു വരാനും തുടങ്ങും. അപ്പൊ ഈ നിർത്തേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ ഒറ്റയടിക്ക് നിർത്താൻ നിൽക്കരുത്. ഒന്നുകിൽ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട്. അതിന് താല്പര്യം ഇല്ലെങ്കിൽ പതുക്കെ നിങ്ങൾ 2 നേരം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് 1 നേരം ആക്കുക, ഒരാഴ്ച അങ്ങനെ ചെയ്യുക. എന്നിട്ട് അത് ഓൾട്ടർനേറ്റ് നൈറ്റ്സ് ആക്കുക. എന്നിട്ട് 2 നൈറ്റിൽ ഒരാഴ്ച ദിവസം ആക്കുക. അങ്ങനെ ആഴ്ചയിലൊന്ന് അങ്ങനെയൊക്കെ ആക്കി ഇതങ്ങ് നിർത്തുക. ഇനി ഡാമേജ് ആയ സ്കിൻ ബാരിനെ തിരിച്ചുകൊണ്ടുവരാനായിട്ട് ഇതിന്റെ കൂടെ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ അപ്പ് ചെയ്യാം. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെന്ന് വെച്ചാൽ ഒന്നുകിൽ ഒരു ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷോ അല്ലെങ്കിൽ ഒരു ജെൽ ടൈപ്പ് ഫേസ് വാഷ് യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് ഓയിലി സ്കിൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജെൽ ടൈപ്പ് ഫേസ് വാഷ് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും ഫേസ് വാഷ് എടുക്കുക. എന്തായാലും സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷിലോട്ടൊന്നും ഇപ്പൊ പോവാനേ പാടില്ല കേട്ടോ. ഒന്നുകിൽ നമ്മൾ സെറ്റാഫിന്റെ ഫേസ് വാഷ്, അതല്ലെങ്കിൽ സിംബിന്റെ ജെന്റിൽ സോപ്പ് ഫ്രീ ഫേസ് വാഷ് കിട്ടും, അതല്ലെങ്കിൽ നമ്മൾ ഡോട്ട് ആൻഡ് ഗിന്റെ ബാരിയർ റിപ്പയർ ഫേസ് വാഷ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് എടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ കോസറെക്സിന്റെ മോർണിംഗ് ഫേസ് വാഷ്, അത് കുറച്ച് റേറ്റ് ഉള്ളതാട്ടോ, പക്ഷെ നല്ല ഫേസ് വാഷാണ്. ഇങ്ങനെ ഏതെങ്കിലും, അതല്ലെങ്കിൽ നമ്മൾ ഡെർമാവൈവയുടെ ഒരു ജെന്റിൽ ഫേസ് വാഷ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു ജെന്റിലായിട്ടുള്ള ഫേസ് വാഷ് എടുക്കാം. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ. ഈ സമയത്ത് നമുക്ക് എപ്പോഴും നോൺ കോമ്പിഡോജനിക് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ആയിരിക്കും എപ്പോഴും നല്ലത്. നമ്മുടെ വിത്തിൻ ബ്യൂട്ടിയുടെ ഡ്യൂയി മോയ്സ്ചറൈസർ, ഡീകൺസ്ട്രക്റ്റിന്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ, ഡോക്ടർ ഷേപ്പിന് ഏതെങ്കിലും ഒരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ, അതല്ലെങ്കിൽ നമ്മുടെ ഫോർമുല റെക്സിന്റെ ഹൈഡ്രാവെയിൽ മോയ്സ്ചറൈസർ, ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് എടുക്കാം. ദെൻ സൺസ്ക്രീനിലോട്ട് പോകാം. സൺസ്ക്രീൻ എപ്പോഴും നല്ല സൺസ്ക്രീൻ ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അതും ഒരു മാറ്റ് ഫിനിഷ് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാം. ഒന്നുകിൽ നമുക്ക് മാറ്റ് ഫിനിഷിലോട്ട് വേണമെങ്കിൽ റിക്വലിന്റെ, അതല്ലെങ്കിൽ നമ്മുടെ അക്വാ യുവിയുടെ സൺസ്ക്രീൻസ് നല്ല ഓപ്ഷൻ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർ ഷെയ്ത്തിന്റെ മിലിൽ സൺസ്ക്രീൻസ് ഉണ്ട്, അത് നല്ലൊരു ഓപ്ഷൻ ആണ്. അല്ലെങ്കിൽ നമ്മുടെ ന്യൂട്രിജീനയുടെ മിലിൽ സൺസ്ക്രീൻ, അത് ഏതെങ്കിലും ഒരു മിലിൽ സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ നൈറ്റിലോട്ട് പോകുമ്പോൾ ഓയിൽ ഡബിൾ ക്ലെൻസിങ്, നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്തുകൊണ്ട് ഡബിൾ ക്ലെൻസിങ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഋതുവിന്റെ ഡബിൾ ക്ലെൻസറോ, അതല്ലെങ്കിൽ സുഗന്ധിയുടെ ഡബിൾ ക്ലെൻസറോ, അതല്ലെങ്കിൽ DHC ഡബിൾ ക്ലെൻസിങ് ഓയിൽസ്. ഇതിന്റെ ഡബിൾ ക്ലെൻസർ എന്ന് വെച്ചാൽ ക്ലെൻസിങ് ഓയിൽ എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇത് 3 ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്തിട്ട് മോർണിംഗ് യൂസ് ചെയ്ത മോയ്സ്ചറൈസർ ഫേസ് വാഷും മോയ്സ്ചറൈസറും ഒന്ന് ഫോളോ അപ്പ് ചെയ്യാം. അപ്പൊ ഈ സമയത്ത് നമ്മൾ സ്കിൻ ബാരിയർ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടി പ്രൊഡക്റ്റും കൂടെ നിർത്തി അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ മാരേജിന്റെ ഒക്കെ ഈ ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ആൾ എനിക്കൊരു കല്യാണത്തിനുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ അടുത്തിരിക്കുന്ന ആൾക്കാണ്. ഫെബ്രുവരിയിൽ എന്തോ 2 months ഉള്ളൂ കല്യാണത്തിന്. അപ്പൊ ഞാൻ എപ്പോഴും പറയും ഈ റൊട്ടീൻ ഫോളോ അപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ റിസൾട്ട് കിട്ടും. പക്ഷെ അതിനേക്കാളും എപ്പോഴും ബെസ്റ്റ് ഒരു ഡോക്ടറിന്റെ അഡ്വൈസും എന്താണ് നമ്മുടെ സ്കിന്നിന്റെ അവസ്ഥയെന്ന് ഡോക്ടറിന്റെ അടുത്ത് പോയി മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. അത് പ്രോപ്പർ ആയിട്ട് പോകണം നല്ലതായിരിക്കും. കാരണം ചില സമയത്ത് നമ്മൾ ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോൾ കറക്റ്റ് ഒരു ഉത്തരം നമ്മൾ കറക്റ്റ് നമുക്ക് എന്തെങ്കിലും അറിയെങ്കിൽ നമ്മൾ ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ഉത്തരം കിട്ടത്തുള്ളൂ. സോ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരുടെ കാര്യം ചോദിച്ചിട്ട് കറക്റ്റ് കാര്യങ്ങൾ അവർ പറഞ്ഞു തരുകയും ചെയ്യും. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ കല്യാണമാണ്, ഒരുപാട് ഫേഷ്യൽസ് ഒക്കെ ഈ സ്കിൻ ബാരിയർ ഡാമേജ് ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് ഫേഷ്യൽസ് ഹെയർ റിമൂവലൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ വേണം ചെയ്യാൻ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറയുന്നത്. കാരണം എത്രത്തോളം നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയി നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ റൊട്ടീൻ ഫോളോ അപ്പ് ചെയ്ത ഒരു 3-4 months നമുക്ക് ഒരു പരിധി വരെ ഒരു ചെറിയ രീതിയിൽ നമുക്ക് റിസൾട്ട് ഒപ്പിച്ചെടുക്കാൻ പറ്റും. പ്രൊഡക്റ്റ് മറ്റേ സ്ക്രീൻ നമുക്ക് നിർത്തിയെടുക്കാനും പറ്റും. പക്ഷെ മാരേജ് വരുന്നതുകൊണ്ടാണ് ഞാൻ ഒരു എക്സ്ട്രാ കോൺഷ്യസ് ആയിട്ട് എടുക്കാനായിട്ട് പറയുന്നത്. കാരണം 2 months ഒക്കെ ഉള്ളെങ്കിൽ നമുക്ക് ടൈം എടുത്ത് ചെയ്യാനുള്ള പ്രോസസ് നമുക്ക് പെട്ടെന്ന് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഡോക്ടറെ കാണുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സോ ഇതായിരുന്നു നമ്മുടെ Q&A. ലാസ്റ്റ് വീക്കിൽ നിങ്ങൾ ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ DM-ൽ ചോദിക്കാം. ഞാൻ കമന്റ് ബോക്സിലും DM-ലും ആൻസേഴ്സ് തന്നില്ലെങ്കിലും മസ്റ്റ് ആയിട്ട് ഞാൻ Q&Aയിൽ അതിന്റെ ആൻസർ ചെയ്യാൻ നോക്കാറുണ്ട്, ചെയ്യാറുമുണ്ട്. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് മിസ്സായെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇതിന്റെ അണ്ടർ പറയാനും മറക്കണ്ട. ലോങ് വീഡിയോയുടെ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിലും പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് Tuesday, Thursday, Sundays വരുന്നത്. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.